ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. മഹാരാഷ്ട്രയിൽ തന്നെയായിരിക്കും BJPയുടെ അന്ത്യം കുറിക്കുക. അക്കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതിന് ചുക്കാൻ പിടിക്കുന്നത് ശിവസേനയായിരിക്കും. കൂടെ നിന്ന് ചതിച്ചതിന്, കൂടെ കൂട്ടി ഒരുപാട് തിന്മകൾ ചെയ്തതിന് മധുര പ്രതികാരം ചെയ്യാൻ തന്നെയാണ് ശിവസേനയുടെ തീരുമാനം. സഞ്ജയ് റാവത്തിന്റെ ഓരോ ദിവസവുമുള്ള പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതും അതുതന്നെയാണ്. ഇപ്പോഴിതാ നല്ല കലക്കൻ മറുപടിയാണ് BJPക്ക് ആദിത്യ താക്കറെ നൽകിയിരിക്കുന്നത്. മുംബൈയിലെ ഓരോ സ്കൂളുകളെയും കേന്ദ്രീകരിച്ച് അവർ പൗരത്വ ഭേദഗതി നിയമത്തെ ന്യായീകരിക്കുകയാണ്. സ്കൂൾ കുട്ടികളോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തെരുവിലിറങ്ങാനും ഇതിനെ അനുകൂലിച്ച് സംസാരിക്കാനും BJP പ്രവർത്തകർ ഓരോ സ്കൂളിനകത്ത് കയറിയും പറയുന്ന ഒരു സാഹചര്യം. ഇതിനെക്കുറിച്ച് ആദിത്യ താക്കറെ തുറന്നടിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ എന്തിനാണ് നിങ്ങൾ നല്ലതാണ് എന്ന് പറയുന്ന, നിങ്ങൾ എല്ലാം കൊണ്ടും പൊതുജനങ്ങൾക്ക് ഉപകാരമാണെന്ന് പറയുന്ന ഈ നിയമത്തെ സ്കൂളുകളിൽ കയറിയിട്ട് അല്ലെങ്കിൽ പല വേദികൾ സംഘടിപ്പിച്ച് ന്യായീകരിക്കുന്നത്? അതിൽ തന്നെ ഒരു ദുരുദ്ദേശമില്ലേ എന്നുള്ളതാണ് ആദിത്യ താക്കറെയുടെ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, സ്കൂളിൽ കയറിയിട്ട് നിങ്ങൾ ബോധവൽക്കരണം നടത്തേണ്ടത് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടല്ല, മറിച്ച് ലിംഗസമത്വത്തെക്കുറിച്ച്, ഹെൽമെറ്റ് ധരിക്കുന്നതിനെക്കുറിച്ച്, അങ്ങനെ കുട്ടികൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളെയാണ് നിങ്ങൾ മുന്നിലോട്ട് വെച്ച് കൊടുക്കേണ്ടത്, അല്ലാതെ ഇതുപോലെയുള്ള രാഷ്ട്രീയ നീക്കങ്ങളെയല്ല. ഇതിൽ നിന്ന് തന്നെ നിങ്ങളുടെ കപട മുഖം വ്യക്തമാകുന്നു എന്ന് ആദിത്യ താക്കറെ എടുത്തു പറയുമ്പോൾ അദ്ദേഹം ഒരു സൂചനയും നൽകുന്നുണ്ട്. ഇനി ഇതുപോലെയുള്ള തെരുവ് നാടകങ്ങളുമായി ഞങ്ങളുടെ പ്രദേശത്തെ സ്കൂളുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒറ്റ ഒന്നിനെയും വെറുതെ വിടില്ല എന്നുള്ളതും ആ സൂചനയിലുണ്ട്. ആദിത്യ താക്കറെ തിളങ്ങി നിൽക്കുകയാണ്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളുടെ മുൻനിരയിൽ ഞാൻ ഉണ്ടാകുമെന്നുള്ള മഹാപ്രഖ്യാപനവും അദ്ദേഹത്തിന് പുതിയ ഒരു ഇമേജ് മഹാരാഷ്ട്രയിൽ നൽകിയിരിക്കുകയാണ്. അത്തരത്തിലുള്ള നീക്കങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത് തന്നെയാണ്. മതേതരത്വ മുഖം ശിവസേനയിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഉദാഹരണം തന്നെയാണ് സഞ്ജയ് റാവത്തിൻ്റെയും ആദിത്യ താക്കറയുടെയും നിലവിലുള്ള ചില പ്രതികരണങ്ങൾ. ആദിത്യ താക്കറെ ഉദ്ധവ് താക്കറെയുടെ മകനായിട്ട് പോലും, അതിനപ്പുറം ഒരു മന്ത്രിയായിട്ട് പോലും പൊതുജനങ്ങളോട് ഇടപെടുന്നത് വളരെ മാന്യതയോടുകൂടിയാണ്, ഒരു സാധാരണക്കാരനായിട്ടാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാകുന്നത്. അദ്ദേഹം കൃത്യമായ രീതിയിൽ പൗരത്വ ഭേദഗതി നിയമത്തെ എതിർത്ത് രംഗത്ത് വരുന്നത് മതേതരത്വ വിശ്വാസികൾക്ക് ഒരു ശക്തിയും കൂടിയാണ്. എന്തായാലും ശിവസേനയിലൂടെയായിരിക്കും മഹാരാഷ്ട്രയിൽ BJPയുടെ അന്ത്യം. ന്യൂസ് ഡെസ്ക് പബ്ലിക്കാണ്.